അള്ളാഹുവിനെ ചില ആളുകൾക്ക് ഇഷ്ടമാണ്, റബ്ബിനെ ചില ആളുകൾക്ക് ഇഷ്ടമാണ്, ചിലർക്ക് അള്ളാഹുവിനെയും ഇഷ്ടമാണ്. മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബല്ലാഹു ലിഖാഅഹ്. ആർക്കെങ്കിലും അള്ളാഹുവിനെ കാണാൻ കൊതിയുണ്ടെങ്കിൽ അവരെ കാണാൻ അള്ളാഹുവിന് കൊതിയുണ്ട്. നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അള്ളാഹുവിനെ സംബന്ധിച്ച് എന്റെ റബ്ബിനൊന്ന് കാണണം, മരിച്ച അള്ളാഹുവിനെ കാണാമല്ലോ, അങ്ങനെ മനസ്സിൽ തോന്നി തുടങ്ങിയിട്ടുണ്ടോ? എനിക്കെന്റെ റബ്ബിനെ കാണാൻ കൊതിയാവുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? മരിക്കാൻ തോന്നുമ്പോ റബ്ബേ എന്റെ റബ്ബിനെ കാണാൻ പോവല്ലേ. മൻ അഹബ്ബ ലിഖാ അല്ലാഹ്. ആരാണോ അല്ലാഹുവിനെ കാണാൻ കൊതിക്കുന്നത്, അഹബ്ബല്ലാഹു ലിഖാഅഹ്. അവരെ കാണാൻ അല്ലാഹുവിനും ഇഷ്ടമാണെന്ന് തിരുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ കാണാൻ കൊതിയുള്ളവരെ അല്ലാഹുവിനെ കാണാൻ കൊതിയാണത്രേ. നമുക്കങ്ങനെ കാണാൻ കൊതിയാവുന്നുണ്ടോ? അല്ലാഹുവിനെ കാണണമെന്ന്. അള്ളാഹുവിനെ കാണുമോ എന്ന് പേടിയുണ്ടോ? രണ്ടാലൊന്ന് വേണം. ഒന്നുകിൽ പേടി വേണം, അല്ലെങ്കിൽ കൊതി വേണം. ഇത് രണ്ടും സൂചിപ്പിച്ചുകൊണ്ടാണ് സൂറത്തുൽ കഹ്ഫ് അല്ലാഹു അവസാനിപ്പിക്കുന്നത്. സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. فمن كان يرجو لقاء ربه. ആർക്കാണോ തന്റെ പരിശുദ്ധനായ രക്ഷിതാവായ അള്ളാഹുവിനെ കാണണമെന്ന് കൊതിയുള്ളത്, ഒരർത്ഥം അതാണ്. യർജു, ആഗ്രഹിക്കുന്നു അള്ളാഹുവിനെ കാണാൻ. മറ്റൊരർത്ഥം, ആരാണോ അള്ളാഹുവിനെ കാണുമോ, അള്ളാഹുവിനെ കാണണമല്ലോ എന്ന് പേടിക്കുന്നത്. യഖാഫു, ആരാണോ ഭയപ്പെടുന്നത്, അള്ളാഹുവിനെ കാണണമല്ലോ, എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ വിസ്തരിക്കപ്പെടുമല്ലോ, അള്ളാഹുവിന്റെ കോടതിയിൽ എന്നെ കൊണ്ടുവന്ന് നിർത്തുമല്ലോ എന്ന് പേടിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, എന്റെ റബ്ബിനെ കാണണമെന്ന് കൊതിക്കുന്നവരുണ്ടെങ്കിൽ, എന്റെ റബ്ബിനെ ഞാൻ കാണേണ്ടി വരുമല്ലോ എന്ന് പേടിക്കുന്നവരുണ്ടെങ്കിൽ എന്തു ചെയ്യണം? ഫൽയഅമൽ അമലൻ സ്വാലിഹാ. സൽക്കർമ്മങ്ങളെ അവർ ചെയ്യാവൂ, സൽക്കർമ്മങ്ങളെ പറയാവൂ, സൽക്കർമ്മങ്ങളെ അവർ ചെയ്തു തീർക്കാവൂ, സൽക്കർമ്മങ്ങളെ അവർ ചിന്തിക്കാവൂ. ഫൽയഅമൽ അമലൻ സ്വാലിഹാ. എങ്ങനെയത് മനസ്സിലാവുക സൽക്കർമ്മമാണെന്ന്? ഞാൻ ചെയ്യുന്ന പണി അള്ളാഹുവിന് ഇഷ്ടമാകുമോ? ഞാൻ ചെയ്യുന്ന ജോലി എൻ്റെ റബ്ബ് പൊരുത്തപ്പെടുമോ? ഞാൻ പറയുന്നത്, ഞാൻ എഴുതുന്നത്, ഞാൻ ആളുകളോട് സംവദിക്കുന്നത്, ആളുകളുമായി പെരുമാറുന്നത് എൻ്റെ റബ്ബിന് ഇഷ്ടമാകുമോ? ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്യുന്ന ഈ ജോലി എൻ്റെ റബ്ബിന് പൊരുത്തമാകുമോ? അള്ളാഹു അത് ഇഷ്ടപ്പെടുമോ? ഇങ്ങനെ എപ്പോഴും ചിന്തിക്കുന്ന ആൾ. അത് മനസ്സിലാക്കാൻ ഉലമാ പറയുന്നത്, ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കെ തൊട്ടരികെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുകയാണെന്ന് സങ്കല്പിക്കാൻ. നബി തങ്ങൾ തൊട്ടടുത്തുണ്ട് എന്ന് സങ്കല്പിക്കാൻ. ഞാനൊരു പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ റസൂൽ എൻ്റെ അരികത്തിരിക്കുന്ന നബി ഇത് ചെയ്യാൻ എന്നെ അനുവദിക്കുമോ? എൻ്റെ നബി ഞാനിത് ചെയ്യുന്നത് കണ്ടാൽ നബി ചിരിക്കുമോ? അതല്ല നബി തങ്ങൾ ദേഷ്യപ്പെടുമോ? എൻ്റെ നബി എൻ്റെ കൂടെയുണ്ടെങ്കിൽ എൻ്റെ ഹബീബിന് ഇത് പൊരുത്തമാകുമോ ഇല്ലയോ? ഇത് ചിന്തിച്ചാൽ ഖൈറും ശർറും മനസ്സിലാവും, തെറ്റും ശരിയും മനസ്സിലാവുമെന്നാണ്. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി. അല്ലാഹുവിനെ കാണണമെന്ന് പേടിക്കുന്നവർ, അല്ലാഹുവിനെ കാണേണ്ടി വരുമല്ലോ എന്ന് ഭയപ്പെടുന്നവർ, അല്ലാഹുവിനെ കാണാൻ കൊതിയൂറുന്നവർ, ഫൽയഅമൽ അമലൻ സ്വാലിഹാ. അവർ സൽക്കർമ്മം ചെയ്തുകൊള്ളട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. അല്ലാഹുവിനോട് ചെയ്യുന്ന ഈ ഇബാദത്തിൽ മറ്റൊന്നിനെയും പങ്കുചേർക്കാതെ. ഇത് ശിർക്കുൽ ഖഫീനെ സംബന്ധിച്ചുള്ള ചർച്ചയാണ്.
ബഹുദൈവാരാധന എന്ന ശിർക്കല്ല ഈ ആയത്തിൽ ചർച്ച ചെയ്യുന്നത്. തഫ്സീർ എടുത്തു നോക്കിയാൽ മനസ്സിലാവും, ഈ ആയത്തിൽ അല്ലാഹു ശിർക്ക് ചെയ്യല്ലേ എന്ന് പറഞ്ഞത് മറ്റാരും കാണാൻ വേണ്ടി ചെയ്യല്ലേ, മറ്റാരെങ്കിലും കൈയടിക്കാൻ വേണ്ടി ചെയ്യല്ലേ, മറ്റാരെങ്കിലും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ചെയ്യല്ലേ, മറ്റാരുടെയെങ്കിലും പ്രകീർത്തനങ്ങൾ കിട്ടാൻ, അവരുടെ പ്രശംസ കിട്ടാൻ ഇതിനൊന്നും ചെയ്യല്ലേ. നീ ചെയ്യുന്നത് അല്ലാഹുവിന് വേണ്ടി, നിന്റെ കർമ്മം അല്ലാഹുവിന് വേണ്ടി, നീ കല്യാണം കഴിച്ചത് അല്ലാഹുവിന്, നീ ജോലി ചെയ്യുന്നത് അല്ലാഹുവിന്, കോളേജിൽ പോകുന്നത് അല്ലാഹുവിന്, വീട്ടിലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാഹുവിന്, ഉമ്മയും വാപ്പയും നോക്കുന്നത് അല്ലാഹുവിന്, വാഹനം ഓടിക്കുന്നത് അല്ലാഹുവിന്, എല്ലാം അല്ലാഹുവിന്. അങ്ങനെ നിങ്ങൾ ചെയ്തോ, എന്നാൽ ഈ റബ്ബിനെ കാണാനുള്ള കൊതി സാക്ഷാത്കരിക്കപ്പെടും. അല്ലാഹുവിനെ കാണണമല്ലോ എന്ന പേടി, ആ പേടി നിനക്കുണ്ടാവില്ല. പിന്നെ റബ്ബിനെ സ്വസ്ഥമായിട്ട് കാണാൻ പറ്റും. ചെയ്യേണ്ടത് ഇത്രയാണ്, ഞാൻ ചെയ്യുന്ന ജോലി ഞാൻ അല്ലാഹുവിന് വേണ്ടി ചെയ്യാണ്. നമുക്കൊക്കെ ചെയ്യാവുന്ന സംഗതിയാണ്. മനസ്സിന്റെ ഉള്ളിൽ ഒരു നിയ്യത്തെ പ്രശ്നമുള്ളൂ. അല്ലാഹു നമുക്കൊക്കെ നന്നാക്കി തരട്ടെ. എത്രയോ കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കുന്നുണ്ടാവും, പക്ഷേ അല്ലാഹു ഇത് സ്വീകരിക്കുന്നുണ്ടോ നമുക്കറിയില്ല. നമ്മളിപ്പോൾ ഇശാ നിസ്കരിച്ചു, ഈ നിസ്കാരം അല്ലാഹു കബൂലാക്കിയിട്ടുണ്ടോ? മഗ്രിബ് നിസ്കരിച്ചു, അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ? നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞ് സമാധാനിക്കുക. എൻ്റെ റബ്ബിനത് പൊരുത്തമായിട്ടുണ്ടോ? എൻ്റെ റബ്ബ് അത് കബൂലാക്കിയിട്ടുണ്ടോ? അറിയില്ല. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറയുകയും ജീവിതത്തിലൂടെ കാണിക്കുകയും ചെയ്തവർ, റബ്ബാണ് എന്നെ പരിപാലിക്കുന്നത് അല്ലാഹുവാണ്, ثم استقاموا, എന്നിട്ട് നേർവഴിയിൽ ജീവിക്കുകയും ചെയ്യുന്നവർ. നേർവഴിയിൽ ജീവിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയിലേക്കും താടി രോമത്തിലേക്കും നോക്കിക്കൊണ്ട് അവിടുത്തെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ, അജ്ജല ഇലൈക ശൈബു യാ റസൂലല്ലാഹ്, നബിയേ അങ്ങേക്ക് നരബാധിച്ചുവല്ലോ, അത് പെട്ടെന്ന് വന്നുവല്ലോ നബിയേ. അജ്ജല ഇലൈക ശൈബു യാ റസൂലല്ലാഹ്, വളരെ പെട്ടെന്ന് നരബാധിച്ചുവല്ലോ നബിയേ, നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മുടിയെല്ലാം നരച്ചുപോയല്ലോ. എത്രയാണ്? 17ഓളം മുടികൾ നബി തങ്ങളുടെ തലയിലും താടിയിലുമായി 17ഓളം രോമങ്ങൾ വെളുത്തിരുന്നു എന്ന ഹദീസുകൾ ശമായിൽ കാണാൻ കഴിയും, ഹബീബിന്റെ ശരീരത്തിന്റെ വിവരണം വായിച്ചാൽ. പക്ഷേ അറബികൾക്കെന്ന് നരബാധിക്കുന്നത് 70 വയസ്സാകുമ്പോഴാണ്, 75 ആകുമ്പോഴാണ്. നിബിതങ്ങൾക്ക് വളരെ പെട്ടെന്ന് നരബാധിച്ചപ്പോ നിബിതങ്ങളോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ നിബിതങ്ങളുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ചോദിക്കുകയാണ്, അജ്ജല ഇലൈക ശൈബു യാ റസൂലല്ലാഹ്, നബിയേ വല്ലാതെ നരബാധിച്ചുവല്ലോ, വളരെ പെട്ടെന്ന് നരവന്നുവല്ലോ. ശയ്യബത്നി ഹൂദുൻ വഅഖവാതുഹാ, അബൂബക്കറെ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹൂദും സൂറത്ത് ഫുസ്സിലത്തും, ആ സൂറത്ത് ഹൂദും അതിന്റെ സഹോദരിമാരായ ഖുർആനിന്റെ സൂറകളുമാണ് എനിക്ക് നിരകൊണ്ടുവന്നത് അബൂബക്കറെ റളിയല്ലാഹു തആല അൻഹുവിനോട് നബി തങ്ങളുടെ മറുപടി, നരബാധിക്കാൻ കാരണം വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹൂദും അതിന്റെ സഹോദരിമാരായ സൂറത്തുകളുമാണ്. അപ്പോഴാണ് ഓടി വരുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, നബിയേ, ഈ സൂറകളിൽ ഏത് വചനമാണ് അല്ലാഹുവിന്റെ വാക്കാണ് നബിയേ അങ്ങയെ വല്ലാതെ പേടിപ്പിച്ചത്, അങ്ങ് വല്ലാതെ വിഷമിച്ചു പോയത്? ഖൗലുഹു തആല ഫസ്തഖിം കമാ ഉമിർത്, ഫസ്തഖിം കമാ ഉമിർത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, നബിയെ, സൂറത്ത് ഹൂദിൽ നിന്നും അതിന്റെ സഹോദരിമാരായ സൂറകളിൽ നിന്നും അല്ലാഹുവിന്റെ ഏത് വചനം കേട്ടപ്പോഴാണ് അങ്ങേക്ക് നരബാധിച്ചത്, അങ്ങയെ വിഷമിപ്പിച്ചത്, അങ്ങ് സങ്കടപ്പെട്ടത്, അങ്ങ് ഇത്രക്ക് ക്ഷീണിക്കാൻ കാരണം? ഖൗലുഹു തആല, അല്ലാഹുവിന്റെ വാക്കാണ്, അല്ലാഹുവിന്റെ വചനമാണ്. ഫസ്തഖിം കമാ ഉമിർത, എങ്ങനെയാണോ നബിയെ നിങ്ങളോട് നേർവഴിയിൽ ജീവിക്കണമെന്ന് പറഞ്ഞത്, അങ്ങനെ നേർവഴിയിൽ കൃത്യമായും ജീവിക്കണം കേട്ടോ. ഫസ്തഖിം കമാ ഉമിർത, പറഞ്ഞ പോലെ നേർക്ക് പോകണം, പറഞ്ഞ പോലെ നേർക്ക് നേരെ ജീവിക്കണം എന്ന അല്ലാഹുവിന്റെ വചനം അത് താങ്ങാൻ കഴിഞ്ഞില്ല അബൂബക്കറെ. അത് ഓർത്തുകൊണ്ട് ഞാൻ വിഷമത്തിലാണ്. അല്ലാഹു ആ പറഞ്ഞ പോലെ എന്നെ കൊണ്ട് സാധ്യമായിട്ടുണ്ടോ? ആരായി പറയുന്നത്? അഫ്ദലു റസൂലായ മുഹമ്മദ് മുസ്തഫ, സയ്യിദുൽ കൗനൈനിയായ മുഹമ്മദ് മുസ്തഫ.
വഫാത്താകുന്ന നേരത്ത് ഓരോരുത്തരും പറയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണെങ്കിൽ ഫിർ റഫീഖിൽ അലാ അല്ലാഹുമ്മ റഫീഖൽ അലാ അല്ലാഹുമ്മ റഫീഖൽ അലാ. അല്ലാഹുവേ, നിന്റെ ഉന്നതമായ സ്ഥാനത്തേക്ക്, നിന്റെ ഉന്നതമായ ചാരത്തേക്ക്, നിന്റെ ആ ഒരു കമ്പാനിയൻഷിപ്പ് എനിക്ക് തരേണമേ എന്ന് പറഞ്ഞു ലോകത്തോട് വിട പറഞ്ഞ ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിഷമിച്ചു പോയിട്ടുണ്ട്. അല്ലാഹ് പറഞ്ഞ പോലെ തന്നെയാണോ ഞാൻ ജീവിക്കുന്നത്? ഫസ്തഖിം കമാ ഉമിർത്, പറഞ്ഞ പോലെ നേർക്കുനേരെ ജീവിക്കണം. ഇസ്തഖിം സുമ്മസ്തഖാമു, അല്ലാഹുവാണ് രക്ഷിതാവെന്ന് പറയുകയും നേർവഴിയിൽ ജീവിക്കുകയും ചെയ്തവർ നേർവഴിയിൽ ജീവിക്കണേ എന്ന അല്ലാഹുവിന്റെ വാക്കുകൊണ്ടാണ് നബിതങ്ങൾക്ക് താടിരോമങ്ങളിൽ തലയിൽ നരബാധിച്ചതെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് തന്നെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ എന്തൊരു റാഹത്തിലാ, നമ്മളിപ്പോ നേർവഴിയിൽ ഇങ്ങനെ പോയാൽ സ്വർഗത്തിലെന്നൊക്കെ വിചാരം. അള്ളാഹു നമ്മൾ അങ്ങോട്ട് എത്തിച്ചു തരട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യണം. അള്ളാഹു നമ്മെ വിജയിപ്പിച്ചു തരട്ടെ, അള്ളാഹു നമ്മെ സഹായിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സമാധാനിച്ചിരിക്കുകയാണ്. അത് അള്ളാഹു സ്വീകരിച്ചോ എന്നത് വിഷയമല്ല. റമളാൻ മുഴുവനും നോമ്പ് നോറ്റ് കഴിഞ്ഞ് പെരുന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ്. അത് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ചിന്ത വരുന്നില്ല. ഭയങ്കര ഡേഞ്ചറാണ്. അല്ലാഹു രക്ഷിതാവാണെന്ന് പറയുകയും നേർവഴിയിൽ ജീവിക്കുകയും ചെയ്തവർ അവർക്ക് മാലാഖമാർ ഇറങ്ങി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും പേടിച്ചു പോയ ഒരു രംഗമുണ്ട്. വഫാത്ത്, മരണം ആസന്നമാകുന്ന നേരത്തെ എങ്ങനെയാണാവോ ലോകത്തോട് യാത്ര പറയുക? അമ്പിയാക്കന്മാർ അവരുടെ മക്കളോട് യാത്ര പറഞ്ഞത് വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين. إذ قال له ربه أسلم قال أسلمت لرب العالمين. ووصى بها إبراهيم بنيه ويعقوب يا بني إن الله اصطفى لكم الدين فلا تموتن إلا وأنتم مسلمون. أم كنتم شهداء إذ حضر يعقوب الموت إذ قال لبنيه ما تعبدون من بعدي قالوا نعبد إلهك وإله آبائك إبراهيم وإسماعيل وإسحاق إلها واحدا ونحن له مسلمون. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചര്യ ഞങ്ങൾക്ക് വേണ്ടെന്ന് വെക്കുന്നവർ ബുദ്ധിദോഷം സംഭവിച്ചവരല്ലാതെ മറ്റാരാണ്? വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ, ഈ ലോകത്ത് പ്രവാചകർ ഇബ്രാഹിം നബിയെ നാം തിരഞ്ഞെടുത്തിട്ടുണ്ട്. വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ, നാളെ പരലോകത്ത് ഇബ്രാഹിം നബി സതീർത്ഥരായ അല്ലാഹുവിന്റെ അടിമകളിൽപ്പെട്ടവരാണ്. ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം, ഇബ്രാഹിം നബിയോട് എനിക്ക് വഴിപ്പെടണം എന്ന് പറഞ്ഞപ്പോഴേക്കും ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോക രക്ഷിതാവിന് വേണ്ടി ഞാനിതാ എല്ലാം സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പ്രവാചകനാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. വവസ്വാ ബിഹാ ഇബ്രാഹീമു ബനീ, ഇബ്രാഹിം നബി അവിടുത്തെ മക്കളോട് ഇത് പറഞ്ഞു കൊടുത്തു. യാക്കൂബ് നബിയും പറഞ്ഞു, യാ ബനിയ, എന്റെ മക്കളെ, ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീൻ, അല്ലാഹു നിങ്ങൾക്കൊരു മതം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുതേ. ഇത് പ്രവാചകന്മാരുടെ മക്കളോട് പറഞ്ഞ ഉപദേശമാണ്. മുസ്ലിമായിട്ടല്ലാതെ മരിച്ചു പോവരുത്. മരണം വരെ ചിലപ്പോൾ ചില ആളുകൾക്ക് ഇസ്ലാം പഠിക്കാൻ ഒരുപാട് സമയമെടുത്തെന്ന് വരും. ചിലർക്ക് വളരെ പെട്ടെന്ന് കയറും. ചില ആളുകൾ പെട്ടെന്ന് ഇസ്ലാം സ്വീകരിക്കും.
ചില ആളുകൾ ഒരുപാട് സമയമെടുക്കും. അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു 20 കൊല്ലം ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്ത് പിന്നീട് സ്വഹാബിയായ ആളാണ് മഹാനായ അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു. നബി തങ്ങളുടെ ടെന്റിലേക്ക് അന്ന് വന്നില്ലേ? മക്കം ഫതഹിന്റെ സമയത്ത് നബി തങ്ങളുടെ ടെന്റിലേക്ക് വന്നപ്പോ നബി തങ്ങൾ ചോദിച്ചു, യാ അബൂ സുഫിയാൻ, നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ ഇസ്ലാം സത്യമാണെന്ന്? പറഞ്ഞു, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. ചില സംശയങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, കഴുത്തിൽ നിന്ന് തലയങ്ങ് പോയാൽ ഈ സംശയം പോകും എന്ന് പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, ഉമർ, അങ്ങനെ പറയരുത്. ചില ആളുകൾക്ക് സത്യം മനസ്സിലാവാൻ ഒരുപാട് സമയമെടുക്കും. ചില ആളുകൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. ചില ആളുകൾ ഒരുപാട് കാലം, അങ്ങനെയാണ് പ്രസ്ഥാനങ്ങളും വിഭാഗങ്ങളും ഒക്കെ അങ്ങനെയാണ്. ഒരുപാട് കാലം പ്രവർത്തിച്ച് പിന്നെ മനസ്സിലായത്, റബ്ബേ, ഞാൻ ഈ ചെയ്തതൊക്കെ, ഞാൻ ഈ പ്രവർത്തിച്ചതൊക്കെ എന്തോ വേണ്ടാത്തതിനായിരുന്നു, ശരിയായില്ലല്ലോ. പിന്നീട് തെളിയും. ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഞാൻ നിലനിൽക്കുന്നത് ശരിയല്ലല്ലോ എന്ന്. ഉൾക്കാഴ്ച ചിലർക്ക് പെട്ടെന്ന്, ചിലർക്ക് ഒരുപാട് സമയമെടുക്കും. മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുതേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കളോട്. മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുതേ എന്ന് യഅഖൂബ് നബി അലൈഹിസ്സലാം മക്കളോട്. അം കുൻതും ശുഹദാ ഇദ് ഹദറ യഅഖൂബൽ മൗത്ത്. മഹാനായ യഅഖൂബ് നബി അലൈഹിസ്സലാമിന്റെ മുമ്പിലേക്ക് മരണദൂതർ വന്ന നേരം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നബിയേ? നിങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ അവിടെ. മലക്കുൽ മൗത്ത് മഹാനായ യഅഖൂബ് നബിയുടെ മുമ്പിലേക്ക് വരുന്ന സമയം യഅഖൂബ് നബി മക്കളോട് ചോദിച്ചു, മാ തഅബുദൂന മിൻ ബഅദി. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? നിങ്ങളുടെ പടച്ചവൻ ആരാണ്? ഖാലൂ, അവര് പറഞ്ഞു, നഅബുദു ഇലാഹക, നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിനെയാണ് ഞങ്ങൾ ആരാധിക്കുക. وإله آبائك إبراهيم وإسماعيل وإسحاق. നിങ്ങളുടെ പ്രപിതാക്കന്മാർ ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ഇസ്ഹാഖ് നബിയുടെയും ഇലാഹായ ആരാധ്യനായ അല്ലാഹുവിനെയാണ്. ഇലാഹം വാഹിദ, ഒരേ ഒരുത്തനെ, ഒരുപാട് ദൈവങ്ങളെയല്ല, ഒരുപാട് ആളുകളെ പൂജിക്കുകയല്ല, ഒരേ ഒരുത്തനെ മാത്രം ആരാധിക്കുന്നവരായിരിക്കും ഞങ്ങൾ. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ അല്ലാഹുവിനെ വഴിപ്പെടുന്ന മുസ്ലിമീങ്ങളായിരിക്കുമെന്ന് യഅഖൂബ് നബിയുടെ മക്കൾ മഹാനായ യഅഖൂബ് നബിയോട് പറഞ്ഞ നേരം ഒന്ന് ഓർക്കുക നബിയേ. വാപ്പമാര് മക്കളോട് ഉപദേശിക്കേണ്ടത്, എന്റെ കാലശേഷം നിങ്ങളുടെ ദീൻ എന്തായിരിക്കും? നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? അല്ലാഹുവിനെ ഭയപ്പെടുമോ ഇല്ലയോ? ഇങ്ങനെ വാപ്പമാർ മക്കളോട് യാത്രാമൊഴി പറഞ്ഞു പോകുന്ന നേരത്ത്, ലോകത്തോട് യാത്ര പറഞ്ഞു പോകുമ്പോൾ മക്കളോട് സംസാരിച്ചിരുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബി പറഞ്ഞിട്ടുണ്ട്, ഇസ്ഹാഖ് നബി പറഞ്ഞിട്ടുണ്ട്, ഇസ്മായിൽ നബി പറഞ്ഞിട്ടുണ്ട്. യഅഖൂബ് നബി അലൈഹിസ്സലാമും മക്കളോട് അവസാനം യാത്ര പറഞ്ഞു പിരിയുന്ന നേരത്ത് നിങ്ങൾ ആരാധിക്കേണ്ടത് അല്ലാഹുവിനെയാണെന്ന് ഓർമ്മിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഓർമ്മപ്പെടുത്തലുകൾ, തദ്കീർ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറയുന്നവർ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിക്കുന്നവരാണ്. കലിമ ചൊല്ലി മരിക്കണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്റെ രക്ഷിതാവായ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി വഴിപ്പെടാനർഹനായി മറ്റാരുമേ ഇല്ല എന്ന തൗഹീദിന്റെ വചനം ജീവിച്ചിരിക്കുന്ന കാലത്ത് ചൊല്ലി നോക്കാത്തവന് എങ്ങനെയാണ് മരണനേരത്തത് ചൊല്ലാൻ കഴിയുക? തഹ്ലീല് ദിവസേന ചൊല്ലി നോക്കാത്തവർക്ക് മരണമാസന്നമാകുന്ന നേരത്തത് ചൊല്ലാൻ കഴിയുമോ? يا رب قائلة يوما وقد تعبت أين الطريق إلى حمام منجابي. മഞ്ചാബിയുടെ കുളിപ്പുര എവിടെയെന്ന് ചോദിച്ച് ഒരു സുന്ദരിയായ പെണ്ണ് കടന്നു വന്നപ്പോ ഇത് തന്നെ മഞ്ചാബിയുടെ കുളിപ്പുര എന്ന് സ്വന്തം വീടിന്റെ വാതിൽ തുറന്നു കൊടുത്ത് ആ പെണ്ണിനെ കയറി പിടിക്കാൻ ശ്രമിക്കവേ അവൾ ഓടി രക്ഷപ്പെടുകയും അങ്ങനെ ഭ്രാന്ത് പിടിച്ച് ആ പെണ്ണിനെ കാണാൻ കൊതിയൂറി നടന്ന് മരണം വരെ എവിടെയാണ് ആ പെണ്ണെന്ന് ചോദിച്ചു നടന്ന ഈ മനുഷ്യനെ അന്നൊരിക്കൽ ആ പെണ്ണ് തന്റെ വീടിന്റെ മട്ടുപ്പാവിൽ വെച്ച് കണ്ടപ്പോ ആ പെണ്ണ് ഇങ്ങനെ മറുപടി പറഞ്ഞു, ഹല്ലാ ജഅൽത ലഹാ ലമ്മാ ഖലൗത ബിഹാ ഹർസം മിനൽ ബാബി ഔ ഖുഫ്ലൻ മിനദ്ദാരി. ഇതാണ് മഞ്ചാബിയുടെ കുളിപ്പുര എന്ന് പറഞ്ഞ് വീടിന്റെ ഉള്ളിലേക്ക് കടത്തി കൊണ്ടുവന്നപ്പോ
നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യഭിചാരം ഒന്ന് ആവേശത്തിൽ തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ മദ്യം കൊണ്ടുവാ എന്ന് പറഞ്ഞ് മദ്യം കൊണ്ടുവരാൻ അയാളെ പറഞ്ഞയച്ച മാത്രയിൽ തടി രക്ഷപ്പെടുത്തിയ ആ പെണ്ണ് ഇങ്ങനെ പാടിക്കൊടുക്കുകയാണ്, എന്തടോ എന്ത് മണ്ടത്തരം ചെയ്തു, ഞാൻ ആ വീടിന്റെ ഉള്ളിൽ ഒറ്റക്കായിരുന്നപ്പോ ഒരു കാവൽക്കാരനെ വീടിനൊരു പൂട്ടോ ചെയ്യാതെ നീ ഒറ്റക്ക് ഓടിയില്ലേ, ഞാനന്ന് രക്ഷപ്പെട്ടതാണ് എന്നീ പെണ്ണിങ്ങനെ പറഞ്ഞ മറുപടി കൂടി ആയപ്പോ ആകെ ഭ്രാന്ത് പിടിച്ച് ജീവിതകാലം മുഴുവനും ഈ പ്രേമകാവ്യം പാടി നടന്ന ആളാണ്. മരിക്കുന്ന സമയത്ത് തന്റെ നാട്ടുകാരും ഗുണകാംക്ഷികളും മുഴുവൻ പറഞ്ഞു വന്ന് വയസ്സാൻ കാലത്ത് മരിക്കാൻ ആ മനുഷ്യനോട് പറഞ്ഞു, ഒന്ന് ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, കലിമ ചൊല്ലി മരിക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി. ആ മനുഷ്യൻ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? യാ റബ്ബ ഖായിലത്തിൻ യൗമൻ വഖത് തഇബത് ഐന ത്വരീഖു ഇലാ ഹമ്മാമി മൻജാബി. മഞ്ചാബിയുടെ കുളിപ്പുര എവിടെ എന്ന് ചോദിച്ച് ക്ഷീണിച്ച് തളർന്നു വന്ന ആ സുന്ദരി പെണ്ണെവിടെ? ഈ പാട്ടുപാടി ജീവിതകാലം പാട്ടുപാടിക്കൊണ്ട് നടക്കുന്നവർ ഓർത്തു നോക്കണം. സിനിമാ പാട്ടുകളോ അല്ലാത്ത പാട്ടുകളോ അള്ളാഹുലേക്ക് വഴി നടത്താത്ത ഏത് കാര്യങ്ങളും ചെവിയിൽ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നവർ, പാട്ടുകൾ സ്ഥിരം മൂളിപ്പാട്ടുകളായി സിനിമാ പാട്ട് പാടി നടക്കുന്ന ചെറുപ്പക്കാരി കുട്ടികളെ, പ്രായമുള്ളവരെ അല്ലാത്തവരെ, മരിക്കുന്ന നേരത്ത് കലിമ ചൊല്ലാൻ പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലേണ്ടതിന് പകരം സ്ഥിരമായി പാടി നടക്കുന്ന പാട്ടുകൾ നാവിൽ വരും. ഈ മഞ്ചാബിക്കാരന് പറ്റിയ പോലെ കലിമ ചൊല്ലാൻ സാധിക്കാതെ മഞ്ചാബിയുടെ കുളിപ്പുര ചോദിച്ചു വന്നവളെ എന്ന് ചോദിച്ച് ലോകത്തോട് വിട പറഞ്ഞ ഒരു ദൗർഭാഗ്യവാനുണ്ട്.